പ്രൈസ് ലോർഡ്. ദൈവനാമത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ. എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. 1-ാം സങ്കീർത്തനത്തിൽ നമ്മൾ കഴിഞ്ഞ ദിവസം പാപികളുടെ വഴി നിൽക്കാതെ, ദുഷ്ടൻ്റെ ആലോചനപ്രകാരം നടക്കാതെ, പരിഹാസങ്ങളുടെ ഇരിപ്പിടത്തിലിരിക്കാതെയൊക്കെയുള്ളൊരു ജീവിതം നയിക്കണമെന്ന് പറഞ്ഞു. എങ്ങനെയുള്ളൊരു ജീവിതമാണ് നാം നയിക്കേണ്ടത്? അതേപ്പറ്റി ഇന്ന് പകൽക്കാലം ചിന്തിക്കാം. അല്പനേരത്തെ ചിന്തിക്കായിട്ട് സങ്കീർത്തനം 1-ന്റെ 3-ാം വാക്യം രണ്ടും കൂടെ ചേർത്ത് വായിക്കുന്നു. Psalm 1:2-3. യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് അവൻ്റെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ. അവൻ ആശ്ചര്യത്തെ നട്ടിരിക്കുന്നതും തക്ക കാലത്ത് ഫലം കായ്ക്കുന്നതും ഇലവാടാത്തതുമായ വൃക്ഷം പോലെ ഇരിക്കും. അവൻ ചെയ്യുന്നതൊക്കെയും സാധിക്കും. ഇവിടെ അനുഗ്രഹിക്കപ്പെട്ട ഒരു മനുഷ്യനെ വിവരിക്കാൻ വേണ്ടി ഉപയോഗിച്ചിരിക്കുന്ന മെറ്റഫർ ആറ്റരത്ത് നട്ടിരിക്കുന്ന ഒരു വൃക്ഷമാണ്. ഒരു വൃക്ഷം എന്ന് പറയുമ്പോൾ അതൊരു മനുഷ്യനെ കാണിക്കുന്നു. ഏതിനരിയിലാണ് നട്ടിരിക്കുന്നത്? ആറ്റരികത്ത്. ആറ്റരികം എന്തിനെ കാണിക്കുന്നറിയാവോ? ദൈവവചനത്തെ കാണിക്കുന്നു. ഈ ഇല്ലസ്ട്രേഷൻ നമുക്ക് വെളിവാക്കി തരുന്നത് എന്തെന്ന് വെച്ചാൽ, ഒരു വിശ്വാസിയുടെ ജീവിതം ആത്മീയമായ വിശുദ്ധമായ സംഗതികളാലാണ് ഫ്യൂവൽ ചെയ്ത് നിലനിർത്തിയിരിക്കുന്നത്. അവന് ശക്തിയും ജ്ഞാനവും വേണ്ട എല്ലാ പോഷകങ്ങളും എവിടുന്ന് കിട്ടുന്നു? ദൈവവചനമാകുന്ന നദിയിൽ നിന്ന് കിട്ടുന്നു. ഒരു വിശ്വാസി തൻ്റെ ലൈഫ്, തൻ്റെ ജീവൻ വലിച്ചെടുക്കുന്നത് തന്നെ ദൈവത്താല. അതുകൊണ്ടാണ് അവൻ ഫ്രൂട്ട്ഫുള്ളായിരിക്കുന്നത്, ഫലം കായ്ക്കുന്നതായി തീരുന്നത്. അങ്ങനെ ഉള്ള ഒരു ജീവിതം ഒരിക്കലും ഫലം കായ്ക്കാത്ത ജീവിതമായിരിക്കത്തില്ല. ഒരു ക്രിസ്ത്യൻ എന്ന് പറഞ്ഞാൽ ഒരു റിസോഴ്സ്ഫുൾ മാന്, പ്രോഫിറ്റബിൾ മാന്, ബെനിഫിഷ്യൽ മാന്. നമ്മൾ നന്മ കൊണ്ടുവന്നവരും മറ്റുള്ളവർക്ക് ഉപകാരമുള്ളമായൊരു വ്യക്തിയാണോ? ഓരോ വൃക്ഷത്തിനും അതിൻ്റേതായ വിലയുണ്ട്. മനുഷ്യവർഗത്തിന് ഓരോ മരങ്ങളും ഓരോ വിധ കോൺട്രിബ്യൂഷൻ കൊടുക്കുന്നുണ്ട്. നമ്മൾ ന്യായാധിപന്മാരുടെ പുസ്തകം 9-ാം അധ്യായം അതിൻ്റെ 9-ാം വാക്യത്തിൽ ഇങ്ങനെ കാണുന്നു. ജഡ്ജസ് ചാപ്റ്റർ 9:9. അതിന് ഒലിവ് വൃക്ഷം, ദൈവവും മനുഷ്യരും എന്നെ പുകഴ്ത്തുവാൻ ഹേതുവായിരിക്കുന്ന എൻ്റെ പുഷ്ടി ഞാൻ ഉപേക്ഷിച്ച വൃക്ഷങ്ങളുടെ മേൽ ആടുവാൻ പോകുമോ എന്ന് പറഞ്ഞു. അപ്പം ഒലിവ് ട്രീ പറയുന്നത് അതിൻ്റെ ഫാറ്റ്നെസ്സിനെ കുറിച്ചാണ്. വേർ വിത്ത് by me thy honor, God and man. ദൈവവും മനുഷ്യരും എന്നെ പുകഴ്ത്തുവാൻ ഹേതുവായിരിക്കുന്ന പുഷ്ടി. ന്യായാധിപന്മാരുടെ പുസ്തകം 9-ാം അധ്യായം അതിൻ്റെ 11-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ ഫിഗ് ട്രീയെ കാണുന്നുണ്ട്, അത്തിവൃക്ഷത്തെ. അതിന് അത്തിവൃക്ഷം എൻ്റെ മധുരവും വിശേഷപ്പെട്ട പഴവും ഞാൻ ഉപേക്ഷിച്ച് വൃക്ഷങ്ങളുടെ മേൽ ആടുവാൻ പോകുമോ എന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. അതതിൻ്റെ സ്വീറ്റ്നെസ്സിനെ കുറിച്ചാണ് പറയുന്നത്. ജഡ്ജസ് 9:13. മുന്തിരിവള്ളി അവയോട്, ദൈവത്തെയും മനുഷ്യനെയും ആനന്ദിപ്പിക്കുന്നതിൻ്റെ രസം ഞാൻ ഉപേക്ഷിച്ച് വൃക്ഷങ്ങളുടെ മേൽ ആടുവാൻ പോകുമോ? അതായത് വൈൻ സംസാരിക്കുന്നത് ഹല്ലേലൂയ, ആ രസം, ആനന്ദിപ്പിക്കുന്ന രസം തന്നിലുള്ളത്. ഈ ഫ്രൂട്ട്സ് എല്ലാം അതിൻ്റെ ഗുണങ്ങളെക്കുറിച്ച് പറയുമ്പോൾ അത് ആ ട്രീക്ക് വേണ്ടിയല്ല, പക്ഷേ മനുഷ്യനും ദൈവത്തിനും പ്രയോജനമുള്ളതായി തീരാൻ വേണ്ടിയാണ്. ഞാൻ പറയട്ടെ, ഒലീവാണെങ്കിലും വൈനാണെങ്കിലും അതൊക്കെ ഓരോ ദിവസവും ആരാധനയ്ക്ക് വേണ്ടി ആലയത്തിൽ ഉപയോഗിക്കുന്നത്. അതായത് അത് വെളിപ്പെടുത്തുന്നത്
യൂസ്ഫുൾനെസ്, അതിൻ്റെ സർവീസ്, അതിൻ്റെ കോൺട്രിബ്യൂഷന്. അപ്പം ദൈവമക്കളെ മനസ്സിലാക്കണം, ദൈവവചനത്താൽ നിറയപ്പെട്ട ഒരു ജീവിതം അതിനെ ശക്തീകരിക്കുന്നത് ഹെവൻലി റിസോഴ്സസാണ്. പക്ഷെ എന്തിനു വേണ്ടിയാണ്? ലോകത്തിലുള്ള കാര്യങ്ങൾക്ക് വേണ്ടി, ഫോർ എർത്തിലി ബെനിഫിറ്റാണ്, അല്ലേ? എവിടെയാ? ദൈവജനത്തിൻ്റെ ഇടയിൽ തന്നെയുമല്ല, ലോകത്തിൽ മുഴുവനായും തന്നെ. പ്രൈസ് ഗോഡ്. ഞാൻ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായോ? ദൈവത്തിന് നമ്മുടെ പ്രവൃത്തികൾ നാം ഈ ലോകത്തിൽ ചെയ്യുന്നത് മറ്റുള്ളവരിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കണം എന്നാണ്. അതെന്തിനു വേണ്ടിയാണ്? അവൻ്റെ മഹത്വത്തിന് വേണ്ടി, അവൻ്റെ ഗ്ലോറിക്ക് വേണ്ടി. സ്വർഗീയ ജീവനാൽ ശക്തീകരിക്കപ്പെട്ട ഒരു മനുഷ്യൻ, പ്രൈസ് ഗോഡ്, അവന് എന്ത് ചെയ്യുമെന്നാണ് പറയുന്നത്? തക്ക കാലത്ത് ഫലം കായ്ക്കും. ബ്രിങ് ഫോർത്ത് ഹിസ് ഫ്രൂട്ട് ഇൻ ഹിസ് സീസൺ. അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ അവൻ ഒരു അനുഗ്രഹമായി തീരും. അവൻ്റെ ഇലയെക്കുറിച്ച് പറയുന്നത് ഇല വാടാത്ത വൃക്ഷം പോലെ ആയിരിക്കും. ഹിസ് ലീഫ് വിൽ നോട്ട് വിതർ എന്നാണ് പറയുന്നത്. അതെന്തിനെ കാണിക്കുന്നു? ഫ്രഷ്നെസ്സിനെയും വൈറ്റാലിറ്റിയും കാണിക്കുന്നു. ഉണങ്ങിപ്പോയാൽ എൻ്റെ അർത്ഥം ഡെഡാന്നല്ലേ. അതുകൊണ്ട് ഒന്നാമത്തെ സങ്കീർത്തനം നാം നോക്കുമ്പോൾ ആ സങ്കീർത്തനത്തിൽ നിന്ന് വെളിവാകുന്നൊരു കാര്യം, ഒരു വിശ്വാസിയുടെ ജീവിതം മുഴുവനും കണ്ടിന്യൂവൽ ഡിപ്പെൻഡൻസ് ഓൺ ഗോഡ്, ദൈവത്തിലുള്ള തുടർമാനമായ ആശ്രയമാണ്. ദൈവത്തിൻ്റെ ജീവൻ അവനിലേക്ക് ഒഴുകിയെത്തും. അപ്പോൾ അവൻ പ്രൊഡക്റ്റീവായിട്ട് നിലനിൽക്കും, റിസോഴ്സ്ഫുള്ളായിട്ട് നിലനിൽക്കും, ആത്മീയമായിട്ട് ചൈതന്യമുള്ളതായിട്ട് നിൽക്കും. ലീവ്സ് ഇല്ലെങ്കിൽ നമുക്കൊരു ചെടിയെ നോക്കാൻ പോലും തോന്നത്തില്ലല്ലേ? നമുക്ക് ഉറപ്പാണ് അങ്ങനെയുള്ള ട്രീസിലെ ഫ്രൂട്ട്സും കാണത്തില്ല. അതിൻ്റെ അർത്ഥം ഡിപ്പെൻഡൻസ് കീപ്സ് ദ ബിലീവർ ഫ്രഷ്. ഒരു ബിലീവറിനെ, ഒരു വിശ്വാസിയെ ഫ്രഷായിട്ട് നിർത്തുന്നത് ഹല്ലേലൂയ ദൈവത്തിലുള്ള അവൻ്റെ ആശ്രയമാണ്. അപ്പോൾ ഒരു ഡിവൈൻ സപ്ലൈ എപ്പോഴുമുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത് അവൻ എന്ത് ചെയ്താലും സാധിക്കും. ഹല്ലേലൂയ. വാട്ട് എവർ ഹി ഡസ് ഷാൽ പ്രോസ്പർ. അതായത് സക്സീഡ് ചെയ്യും, ഒരു പ്രോഗ്രസ് ഉണ്ടാകും, ചിലതൊക്കെ അക്കംപ്ലിഷ് ചെയ്യും. ജയകരമായി മുന്നോട്ട് പോകാനുള്ളൊരു യാത്രയിൽ ദൈവത്തിൻ്റെ വലിയ സഹായം സ്വർഗം ഓരോരുത്തരുടെയും ജീവിതത്തിൽ അയക്കട്ടെ. ദൈവവചനത്തിൽ സന്തോഷിക്കുന്ന ഒരു മനുഷ്യൻ, അവൻ്റെ ലക്ഷ്യം ദൈവത്തിൻ്റെ പർപ്പസ് ആയിരിക്കും. അതുകൊണ്ട് ദൈവത്തിൻ്റെ സഹായത്തോടു കൂടെ മാത്രമേ അവൻ തൻ്റെ ആ ലക്ഷ്യം ഫുൾഫില്ല് ചെയ്തുള്ളൂ. പ്രൈസ് ഗോഡ്. ദൈവത്തിൻ്റെ വേലക്കാർ ഓർക്കേണ്ട ഒരു കാര്യമാണ്, ദൈവത്തിൻ്റെ ഹിതം നമ്മളിൽ ഓരോരുത്തരുമുള്ളത് അത് ഐശ്വര്യത്തിലേക്ക് നമ്മെ നയിക്കും. നമ്മൾ പ്രോസ്പർ ചെയ്യണം. കാരണം സങ്കീർത്തനം 35:27 അതിങ്ങനെയാണ് പറയുന്നത്. Psalm 35:27 says, Psalm 35:27 says, എൻ്റെ നീതിയിൽ പ്രസാദിക്കുന്നവർ ഘോഷിച്ച് ആനന്ദിക്കട്ടെ. തൻ്റെ ദാസൻ്റെ ശ്രേയസ്സിൽ പ്രസാദിക്കുന്ന യഹോവ മഹത്വമുള്ളവർ എന്നിങ്ങനെ അവർ എപ്പോഴും പറയട്ടെ. എൻ്റെ നീതിയിൽ പ്രസാദിക്കുന്നവർ ഘോഷിച്ച് ആനന്ദിക്കട്ടെ. തൻ്റെ ദാസൻ്റെ ശ്രേയസ്സിൽ പ്രസാദിക്കുന്ന യഹോവ മഹത്വമുള്ളവൻ എന്നിങ്ങനെ അവർ എപ്പോഴും പറയട്ടെ. ഹല്ലേലൂയ. ആരാ അവൻ്റെ ദാസൻ എന്ന് പറഞ്ഞാൽ? അവൻ്റെ ഹിതത്തിൽ സന്തോഷിക്കുന്ന വ്യക്തി. സങ്കീർത്തനം 1 നാം കാണുന്ന ആ പ്രോസ്പെറിറ്റി ഉണ്ടല്ലോ, ചുരുക്കത്തിൽ എന്തുവാണെന്ന് വെച്ചാൽ ദൈവത്തിൻ്റെ പ്ലാൻ അനുസരിച്ച്, ദൈവത്തിൻ്റെ പേർപ്പസിൽ, അവൻ്റെ വചനത്തെ അനുസരിച്ച് ജീവിക്കുന്ന ഒരു ജീവിതം. അങ്ങനെയുള്ളവർ ഏത് കാര്യത്തിൽ ഏർപ്പെട്ടാലും അവർ വിജയിക്കും. അതുകൊണ്ട് ദൈവത്തിൻ്റെ ആ ഗ്ലോറിഫയിങ് തോട്ട്സ് നാം എപ്പോഴും കൂടെ കൊണ്ട് നടക്കുന്നവരായിരിക്കണം. ദൈവത്തോട് പറ, കർത്താവേ, നിൻ്റെ ചിന്തയാലും നിൻ്റെ ഹിതത്താലും
എൻ്റെ ജീവിതത്തെ നീ നിറച്ചു തരണമെന്ന്. കർത്താവ് അങ്ങനെ തന്നെ ചെയ്തു തന്ന് ഓരോ പ്രിയപ്പെട്ടവരെയും സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. കണ്ണടയ്ക്കാം, പ്രാർത്ഥിക്കാം. നല്ല കർത്താവെ, ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ ചിന്തകളും ഞങ്ങളുടെ ആഗ്രഹങ്ങളും സ്വർഗത്തിലെ ദൈവത്തിൻ്റെ ആഗ്രഹമായിരിക്കട്ടെ, സ്വർഗത്തിലെ ദൈവത്തിൻ്റെ ചിന്തകളായിരിക്കട്ടെ. കർത്താവ് ഞങ്ങളെക്കുറിച്ച് എന്ത് പ്ലാൻ ചെയ്യുന്നോ, കർത്താവിൻ്റെ പേർപ്പസ് എന്താണോ അത് മനസ്സിലാക്കി അതിന് പ്രകാരം ഞങ്ങളുടെ ജീവിതത്തെ തിരുഹിതത്തിന് ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് ജീവിപ്പാൻ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിനനുസരിച്ച് ജീവിപ്പാൻ തക്കവണ്ണം നീ ഞങ്ങളെ സഹായിക്കണമേ. ദൈവത്തെ അനുസരിക്കുന്ന നല്ലവനും വിശ്വസ്തനുമായ ദാസനെ എന്നുള്ള വിളി അവസാനം കേൾക്കുവാൻ തക്കവണ്ണം നമ്മുടെ ഒരുക്കത്തോടെ ഞങ്ങളുടെ ജീവിതകാലം കഴിച്ചു കൂട്ടുവാൻ ഞങ്ങളെ സഹായിക്കണം. പ്രാർത്ഥന ഘട്ടങ്ങൾ സ്തോത്രേശ്വര നാമത്തിൽ തന്നെ ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഗോഡ് ബ്ലെസ് യു ഓൾ.